ഹായ് ഹലോ വെൽക്കം ടു ആൻഡ്സ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മൾ പാൻ കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പാൻ കേക്ക് എങ്ങനെ ഉണ്ടാക്കലെന്ന് വെച്ചാൽ എളുപ്പമായിട്ടുള്ളൊരു പാൻ കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 3 മുട്ടയാണ്. പിന്നെ നമ്മൾ ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു പത വരുന്ന രീതിക്ക് അതൊരു ബീറ്റായി കിട്ടണം. അല്ലെങ്കിൽ ആ ഒരു യെല്ലോ കളറ് മാറിയിട്ട് ഒരു വൈറ്റ് മിക്സ് ആവണ പോലെ ഒരു കളറായാലും മതി. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗർ ചേർക്കണം. 2.5 സ്പൂണ് ഷുഗറാണ് ഞാൻ എടുക്കുന്നത്. ഇനി മധുരം തികയാത്തവർ ഒന്നും കൂടി വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനെന്തായാലും 2.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മധുരം ഇഷ്ടമുള്ളവർ മധുരം കൂട്ടിയിട്ടാലും കുഴപ്പമില്ല. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പാലാണ്. അത്യാവശ്യം പാല് വേണം. പിന്നെ നമ്മൾ വാനില എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു പത വരുന്ന വിധം മിക്സ് ചെയ്യണം. അതിലേക്ക് ഉള്ളവർ തേനും കൂടി ആഡ് ചെയ്യാൻ നോക്കുക. പിന്നെ മൈദ ഇല്ലാതെ പാൻ കേക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ എളുപ്പമായിട്ട് പാല് വെച്ചിട്ടുള്ളതാണ്. പാലില്ലാത്തത് കൊണ്ട് ഞാൻ പാല് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എൻ്റെ തിണ്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ, അടിപൊളി ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു കയ്യിലെടുത്തിട്ട് ഈ കട്ടി ഇപ്പം ഞാൻ ഒഴിക്കുന്ന ഈ കട്ടിയിലാവണം. പിന്നെ നമ്മൾ തീ കത്തിച്ചു. ഫസ്റ്റത്തത് ഫ്ലോപ്പായി, രണ്ടാമത്തത് മുതൽ അടിപൊളിയായി കിട്ടി. ഇതാട്ടോ ഫ്ലോപ്പായി പോയത്. ഇതിൻ്റെ ഷേപ്പേ ശരിയായില്ല. പിന്നെ നല്ല വൃത്തിക്ക് വേറൊന്നായി. ഇതാണ് എൻ്റെ രണ്ടാമത്തത്. നന്നായിട്ട് അടിപൊളിയായി കിട്ടി. അതിൻ്റെ ഇടയിൽ ഇച്ചിരി കുത്തിപ്പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട്. ഈ ബബിള് വരുമ്പോഴാണ് നമ്മൾ മറിച്ചിടേണ്ടത്. അപ്പോൾ ഈ കറക്റ്റ് കളറ് കിട്ടും. ഇതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുമ്പോഴത്തേനും ബാക്കിയുള്ള കാര്യം പറയണമല്ലോ. അപ്പോൾ ഇത്രയും പാൻ കേക്ക് ഞാൻ ഇട്ടു. അതിനിടയിൽ എനിക്ക് ഈ ഒരു പാൻ കേക്ക് കണ്ടപ്പോൾ അതിനെ ഇതുപോലെ ആക്കാൻ വിചാരിച്ചു. ഇത് മറ്റേതിനെക്കാട്ട് പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ കുത്തിത്തിരിപ്പ് പണി. അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചു നല്ല വൃത്തിയിലായും ചെയ്തു. ഇനി അടുത്തതിൽ ഞാൻ ഈ ഒരു ഷേപ്പാണ് ചെയ്തത്. ഏകദേശം ഒരു ബിയറിൻ്റെ ഷേപ്പ്. അപ്പോൾ നല്ല ഭംഗി ബെയറിൻ്റെ പാൻ കേക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇതല്ല കേട്ടോ, വേറൊരു പ്ലേറ്റാണ്. അപ്പോൾ വേറെ 3 കുറച്ചുണ്ടായിരുന്നതിന് അത് കൊടുത്തു. അപ്പോൾ ഇതാണ്. ബൈ.